അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിഖ്ഹിലെ 6-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ സ്വലാത്തു തറാവീഹ് എന്നുള്ള പാഠം നമുക്കതിൽ റമളാനിലെ പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റമളാനിൽ മാത്രം നിസ്കരിക്കുന്ന എന്നാലോ നിർബന്ധമായിട്ട് നിസ്കരിക്കേണ്ടാത്തതായിട്ടുള്ള നിസ്കാരമാണ് തറാവീഹ്. പ്രത്യേകം സുന്നത്ത് ഉള്ള ഒരുപാട് നല്ല കൂലി കിട്ടുന്നതാണ് തറാവീഹ് നിസ്കാരം. ഇതിന് ശരിക്ക് ഖിയാമു റമളാൻ എന്നും പേരുണ്ട്. യഥാർത്ഥ പേരെന്താണ്? ഖിയാമു റമളാൻ എന്നാണ്. എന്നാൽ തറാവീഹ് എന്ന പദത്തിൻ്റെ അർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു. എന്താണ് അർത്ഥം? വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു തറാവീഹിൻ്റെ അർത്ഥം. എല്ലാ 4 റക്അത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. എല്ലാ 4 റക്അത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. അതിനാലാണ് തറാവീഹ് എന്ന പേര് ലഭിച്ചത്. ഇപ്പോൾ തറാവീഹ് എന്നുള്ള പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? സ്വഹാബാക്കൾ ഇങ്ങനെ 4 റക്അത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വിശ്രമിക്കാറുണ്ടായിരുന്നു. നമ്മൾ സാധാരണ തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്ത് 4 റക്അത്ത് കൂടുമ്പോൾ കൂടുതൽ ദിക്റുകൾ ചൊല്ലിയിട്ട് അവിടെ വിശ്രമിച്ചിരിക്കാറില്ലേ? അതാണ് സംഭവം. പിന്നെ ഇശാ നിസ്കരിച്ച ശേഷം ഫജ്ർ വരെയാണ് ഇതിൻ്റെ സമയം. സുബ്ഹി വരെയാണ് ഇതിൻ്റെ സമയം. തറാവീഹ് 20 റക്അത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫീ റമളാന 20 റക്അത്തൻ സിവൽ വിത്ർ. നബിതങ്ങൾ റമളാനിൽ 20 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. സിവൽ വിത്ർ, വിത്ർ കൂടാതെ. വിത്ർ വേറെ തന്നെ 3 റക്അത്ത് നിസ്കരിക്കും, അല്ലെങ്കിൽ വിത്ർ വേറെ തന്നെ നിസ്കരിക്കും. ഏതായാലും വിത്ർ കൂടാതെ നബിതങ്ങൾ എത്ര നിസ്കരിക്കാറുണ്ടായിരുന്നു? 20 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നുണ്ട്, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അപ്പം നബിതങ്ങൾ എത്ര റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഇത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഒരു ഹദീസ്. ഇനി ഇവിടെയുള്ള പോയിന്റുകൾ നോക്കൂ. തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ്. ജമാഅത്ത് ആയിട്ട് നിസ്കരിക്കാൻ സുന്നത്തായിട്ടുള്ള നിസ്കാരമാണെന്ത്? തറാവീഹ് നിസ്കാരം. ഓരോ 2 റക്അത്തുകളിലും സലാം വീട്ടൽ നിർബന്ധമാണ്. നമ്മൾ 4 റക്അത്ത് കൂടിയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. ഇങ്ങനെ തന്നെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. കാരണം 2 റക്അത്തിൻ്റെ ഇടയ്ക്ക് സലാം വീട്ടൽ എന്താണ്? നിർബന്ധമാണ്. തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഖിയാം റമളാനിൽ നിന്ന് രണ്ടൊന്നു തന്നെയാണ്. ഖിയാം റമളാനിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഓരോ റക്അത്തിനും നിയ്യത്ത് ചെയ്യണം. അങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അല്ലാതെ 20 റക്അത്തിന് മുമ്പേ ഞാൻ 20 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതലല്ല. എങ്ങനെയാണ് കരുതേണ്ടത്? ഈ തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഖിയാം റമളാനിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഓരോ റക്അത്തിലും നിയ്യത്ത് ചെയ്യണം. പിന്നെ അടുത്തത്, ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇഷാ നിസ്കരിച്ച ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇഷായിനെ മഗ്രിബിലേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇഷാവും മഗ്രിബും ഒന്നിച്ച് നിസ്കരിക്കുന്ന ആൾക്കാർ. ആ സമയത്ത് ഇഷാവിൻ്റെ സമയത്ത് നിസ്കരിക്കുക, മഗ്രിബിൻ്റെ സമയത്ത് നിസ്കരിക്കുക അല്ലേ? മഗ്രിബിൻ്റെ സമയത്ത് തന്നെ ഇഷാ നിസ്കരിക്കുക. ജംആക്കി നിസ്കരിക്കുന്നവർക്ക്, അങ്ങനെ ജംആക്കി നിസ്കരിക്കുന്നവർ മഗ്രിബിൻ്റെ സമയത്ത് തന്നെ ഇഷാ നിസ്കരിക്കും. മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നവർ ഇഷാ നിസ്കാരം കഴിഞ്ഞ ശേഷം തറാവീഹ് നിസ്കരിക്കാവുന്നതാണ്. ഓല ഇഷാവും മഗ്രിബൊക്കെ എപ്പം കഴിയും? മഗ്രിബിൻ്റെ സമയത്ത് തന്നെ കഴിയും. പിന്നെ ഇഷായിൻ്റെ സമയത്തേക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഓർക്ക് തറാവീഹ് എപ്പം തന്നെ നിസ്കരിക്കുക? ആ മഗ്രിബിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കാം. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി തങ്ങൾ പറയാണെന്ത്? വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാണ്. അപ്പോൾ തറാവീഹ് നല്ല പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും വിശ്വാസത്തോടു കൂടിയും ചെയ്താൽ എന്താണ്? അങ്ങനെ നിസ്കരിച്ചാൽ എന്താ കിട്ടുക? അദ്ദേഹത്തിന് കഴിഞ്ഞു പോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി ഇതിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ തറാവീഹിൻ്റെ സമയം നമ്മൾ പറഞ്ഞു. എപ്പോഴാണ്? ഇഷാ നിസ്കരിച്ച് അല്ലേ? ഇഷാ നിസ്കരിച്ച ശേഷം
ഫജർ വരെയാണ് ഇതിൻ്റെ സമയം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച തറാവീഹിൻ്റെ റക്കാത്തുകളുടെ എണ്ണം എത്രയാണ്? ഇവിടെ പറഞ്ഞു അല്ലേ, എത്ര റക്കാത്ത്? 20 റക്കാത്ത്. വിത്തർ കൂടിയിട്ടാണോ? അല്ല, വിത്തർ കൂടാതെ തന്നെ 20 റക്കാത്ത് നിസ്കരിച്ചിരുന്നു. പിന്നെ തറാവീഹ് നിസ്കാരത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഖിയാമു റമളാൻ. തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? തറാവീഹ് നിസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു പോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. എങ്ങനെ നിസ്കരിക്കുന്നവർ? ഈമാൻ വഹ്തിസാബൻ, വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടും നിസ്കരിക്കുന്ന ഒരാൾ അല്ലേ, അവർക്ക് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. പിന്നെ തറാവീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച നിസ്കാരമാണ് അല്ലേ. അപ്പോൾ നബി തങ്ങളുടെ ചര്യയാണ് തറാവീഹ് നിസ്കാരം. മാത്രമല്ല റമളാനിൽ മാത്രം സുന്നത്താക്കപ്പെട്ട നിസ്കാരമാണ്. ഇതാണ് തറാവീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം. പിന്നെ തറാവീഹ് നിസ്കാരം 10 റക്അത്താണ്. ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ തെറ്റ്. 10 റക്അത്തല്ലല്ലോ, എത്ര റക്അത്ത്? 20 റക്അത്ത്. തറാവീഹ് നിസ്കാരം സുന്നത്താണല്ലേ, സുന്നത്താണ്. തറാവീഹിൻ്റെ സമയം ഇഷാഇന് ശേഷം ഫജ്ർ വരെയാണ് അല്ലേ, ഫജ്ർ വരെ അല്ലേ. ഓക്കെ, പിന്നെ തറാവീഹ് ഈ 2 റക്അത്തായാണ് നിസ്കരിക്കേണ്ടത്. ഓക്കെ, പിന്നെ കമ്മിൽ തറാവീഹ് റമളാൻ മാസത്തിലെ പ്രത്യേക നിസ്കാരമാണ് അല്ലേ, റമളാൻ മാസത്തിലെ പ്രത്യേക നിസ്കാരമാണ്. തറാവീഹ് 20 റക്അത്താണ്. തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക, ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.